വാർത്തകൾ വേഗത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് 2172 പേർക്ക് കോവിഡ്. 1964 പേർക്ക് സമ്പർക്കത്തിലൂടെ 153 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്നും ഏറ്റവും അധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ 464 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് 395 പേർക്കും രോഗബാധ. ഇന്ന് രോഗം ബാധിച്ച 52 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, 102 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ. സംസ്ഥാനത്ത് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 15 കോവിഡ് മരണങ്ങൾ. 54 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചത് പാലക്കാട് ജില്ലയിൽ 14 പേർക്ക്. തിരുവനന്തപുരത്ത് 9ഉം തൃശൂരിൽ 8ഉം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം. ഇന്ന് കോവിഡ് ഭേദമായത് 1292 പേർക്ക്. തിരുവനന്തപുരത്ത് 290ഉം മലപ്പുറത്ത് 240ഉം ആലപ്പുഴയിൽ 125ഉം കോട്ടയത്ത് 92 പേരും കോവിഡ് മുക്തർ. രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് 19,538 പേർ. സംസ്ഥാനത്ത് നിന്ന് 25 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 17 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ സംസ്ഥാനത്തുള്ളത് 616 ഹോട്ട്സ്പോട്ടുകൾ. സംസ്ഥാനത്തെ ക്വാറന്റീൻ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവർക്കും ക്വാറന്റീൻ വേണ്ട. ഹൈ റിസ്ക് വിഭാഗത്തിന് മാത്രം 14 ദിവസം നിരീക്ഷണം. ലോ റിസ്ക് വിഭാഗത്തിന് ക്വാറന്റീൻ ഇല്ല. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന 2 പേർ കൂടി മരിച്ചു. ഇന്ന് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി അലക്സാണ്ടർ, കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തിരൂരങ്ങാടി സ്വദേശി ഹംസ എന്നിവർ. ആലപ്പുഴ വയലാറിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ വീടിന് നേരെ കല്ലേറ്. ആക്രമണം. രോഗം സ്ഥിരീകരിച്ചവർ ആശുപത്രിയിലേക്ക് മാറാനായി ആംബുലൻസിന് കാത്തിരിക്കുമ്പോൾ കല്ലെറിഞ്ഞത് ബൈക്കിലെത്തിയ സംഘം. കൊടുവള്ളി താമരശ്ശേരി മേഖലകളിൽ സമ്പർക്കത്തിലൂടെയും ഉറവിടം അറിയാതെയുമുള്ള കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നു. കൊടുവള്ളിയിൽ 11 പേർക്കും മടവൂരിൽ 8 പേർക്കും രോഗബാധ. പുതുപ്പാടിയിൽ 7 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ചോറോട് കുരിയാടി മേഖലയിൽ കോവിഡ് ആശങ്ക തുടരുന്നു. 11 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 100 പേർക്ക് ഇന്ന് RT-PCR പരിശോധന നടത്തി. തിങ്കളാഴ്ച 900 പേരുടെ ആന്റിജൻ പരിശോധന കൂടി നടക്കും. കോഴിക്കോട് വലിയങ്ങാടിയിലെ കടകൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 24 ദിവസം. മൊത്ത വ്യാപാര കേന്ദ്രം ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് വ്യാപാരികൾ. കോവിഡ് റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ വിശാലമായ വ്യാപാര കേന്ദ്രം പൂർണ്ണമായും അടയ്ക്കാനാകില്ലെന്നും പ്രതികരണം. വലിയങ്ങാടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ പ്രതിഷേധം. സമരം. കടകൾക്ക് മുമ്പിൽ പ്ലക്കാർഡ് ഏന്തി. സമരത്തിൽ പങ്കെടുത്തത് 60ഓളം വ്യാപാരികൾ. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ ഡിസംബറിൽ വിപണിയിലെത്തും. മനുഷ്യരിലെ 2ഉം 3ഉം ഘട്ട പരീക്ഷണത്തിന് തുടക്കമായെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പുരുഷോത്തമൻ സി നമ്പ്യാർ ന്യൂസ് 18നോട്. വാക്സിൻ പ്രാഥമിക ഘട്ടത്തിൽ 80% വിജയം കണ്ടുവെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ഇപ്പോൾ 90% വിജയകരമാണെന്ന ആത്മവിശ്വാസമുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിന്റെ ആവശ്യമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ഡിസംബറിൽ 20 കോടി വാക്സിൻ പുറത്തിറക്കും. മാർച്ച് മാസമാകുമ്പോൾ പ്രതിമാസം 10 കോടി വീതം വാക്സിൻ തയ്യാറാക്കും. ജൂണിൽ പരമാവധി ജനങ്ങളിലേക്ക് വാക്സിൻ എത്തുമെന്നും പുരുഷോത്തമൻ സി നമ്പ്യാർ. നവംബറിൽ വാക്സിന്റെ പരീക്ഷണ ഫലം അറിയാനാകുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ നിയമങ്ങൾ അനുസരിച്ച് രാജ്യത്ത് തന്നെ പരീക്ഷണം നടത്തേണ്ടിവരും. 2ാം ഘട്ടത്തിൽ 100 പേരിലും 3ാം ഘട്ടത്തിൽ 1500 പേർക്കും പരീക്ഷണം നടത്താനാണ് കേന്ദ്ര നിർദ്ദേശമെന്നും പുരുഷോത്തമൻ സി നമ്പ്യാർ. ആകെ 68 കോടി വാക്സിൻ നിർമ്മിക്കാൻ കേന്ദ്ര നിർദ്ദേശം. വാക്സിൻ ആദ്യം നൽകുന്നത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവർക്കുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. വാക്സിൻ സൗജന്യമായി നൽകാനാണ് ആലോചനയെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. സാധാരണ 225 മുതൽ 250 വരെയാണ് വാക്സിന്റെ വിലയെന്നും പുരുഷോത്തമൻ സി നമ്പ്യാർ. കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ അന്വേഷണം നടത്തുക കേന്ദ്ര ധനമന്ത്രാലയം. NIA യും സംഭവം അന്വേഷിക്കും.
ഏത് അന്വേഷണം നേരിടാനും തയ്യാറെന്ന് കെ ടി ജലീൽ. ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഗൺമാന് കോവിഡ് ആയതിനാൽ ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശമുണ്ട്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫോണിൽ ബന്ധപ്പെടാമെന്നും ജലീൽ. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റ് അധികാരികളുടെ പങ്കും അന്വേഷിക്കുമെന്ന് NIA. കേസിൽ ഫൈസൽ ഫരീദ്, റബിൻസ് എന്നിവരെ കൂടാതെ 2 പേർ കൂടി UAE-യിലുള്ളത് സിദ്ദിഖുൾ അക്ബർ, മുഹമ്മദ് കുട്ടി എന്നിവരെന്നും NIA. UAE-യിലുള്ളവരെ പിടികൂടാൻ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. പ്രതികൾ നടത്തിയത് ഭീകരപ്രവർത്തനം, ഡിജിറ്റൽ തെളിവുകളടക്കം നിർണായക രേഖകൾ ലഭിച്ചുവെന്നും NIA. ലൈഫ് മിഷന്റെ വിവാദ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടപടി ലൈഫ് മിഷൻ CEO UB ജോസിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലാത്തതിനാൽ വിദേശ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതിക്ക് കേന്ദ്ര അനുമതി തേടിയിരുന്നോ എന്ന് വിശദീകരിക്കാൻ നിർദ്ദേശം. പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നൽകണമെന്നും ED. റെഡ് ക്രസന്റ് വിവാദത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വിശദീകരണം തള്ളി എൻഫോഴ്സ്മെന്റ്. വിശദീകരണം തൃപ്തികരമല്ലെന്നും ED. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മുഖ്യമന്ത്രി. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശാരദ മുരളീധരനെയും ലൈഫ് മിഷൻ CEO UB ജോസിനെയും വിളിച്ചുവരുത്തി. ഇരുവരുടെയും സാന്നിധ്യത്തിൽ ഫയലുകൾ പരിശോധിച്ച് മുഖ്യമന്ത്രി. ലൈഫ് പദ്ധതി വിവാദങ്ങൾക്ക് മറുപടി നൽകി നേരിടാൻ സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലാണ് ധാരണ. ജനങ്ങളെ വസ്തുതകൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും. കിഫ്ബി പദ്ധതികൾ 100 ദിവസത്തിനുള്ളിൽ വേഗത്തിൽ പൂർത്തിയാക്കാനും തീരുമാനമായി. ലൈഫ് മിഷൻ പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് സാധ്യത തേടി സർക്കാർ. വിജിലൻസ് അന്വേഷണം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ നിയമോപദേശം തേടും. തീരുമാനം ഉടനുണ്ടായേക്കും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കുന്നതിനെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പാവങ്ങൾക്ക് വീട് കിട്ടുമോ എന്ന് മാത്രമാണ് നോക്കിയത്. കരാറുകാർ എന്തെങ്കിലും ചെയ്തതിന് സർക്കാരിന് എന്ത് ഉത്തരവാദിത്തമെന്നും കടകംപള്ളി. സംസ്ഥാന വികസനത്തെ പാരവെക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി EP ജയരാജൻ. അധികാരഭ്രമം കൊണ്ട് പുരോഗതി തടസ്സപ്പെടുത്തരുത്. ക്രിയാത്മകമായ എന്ത് നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളതെന്നും EP ജയരാജൻ. തിരുവനന്തപുരം വിമാനത്താവള ലേലത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി രേഖകൾ ഹാജരാക്കിയത് അദാനിക്ക് സ്വാധീനമുള്ള കമ്പനി. രേഖകൾ തയ്യാറാക്കിയത് അദാനി ഗ്രൂപ്പ് CEO കരൺ അദാനിയുടെ ഭാര്യ പരിധി ഡയറക്ടറായ സിറിൽ അമൽചന്ദ് മംഗൾദാസ് എന്ന കമ്പനി. വിമാനത്താവള ലേലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോപണങ്ങൾ തള്ളി KSIDC. നിയമവശം മാത്രമാണ് സിറിൽ അമൽചന്ദ് മംഗൾദാസ് കമ്പനിയെ ഏൽപ്പിച്ചത്. എയർപോർട്ട് അതോറിറ്റിക്ക് നൽകേണ്ട നിരക്ക് നിശ്ചയിച്ചത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ്. കൺസൾട്ടൻസിയെ നിയമിച്ചത് നിയമപരമാണെന്നും KSIDC. സർക്കാരിന്റേത് അസാധാരണ നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഒരു വശത്ത് സർക്കാർ സമരം ചെയ്യുന്നു, മറുവശത്ത് അദാനിയെ സഹായിക്കുകയാണ് സർക്കാരെന്നും സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി അദാനി വന്നതിന്റെ ദുരിതം തീരദേശം ഇപ്പോൾ അനുഭവിക്കുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. B മുരളീധരന് കൈയിട്ട് വാരാനുള്ള സൌകര്യം ഇല്ലാത്തതുകൊണ്ടാണോ സ്വകാര്യവൽക്കരണത്തെ എതിർത്തതെന്നും ചോദ്യം. സപ്ലൈകോ ഓണക്കിറ്റിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര അധികം നൽകും. ശർക്കരയ്ക്ക് തൂക്കക്കുറവും ഗുണനിലവാരക്കുറവും റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലാണ് മാറ്റം. നടപടി കിറ്റുകൾ വിതരണം ചെയ്യുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കാൻ ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തി പിടിച്ചെടുത്ത 3620 കിൻഡൽ ശർക്കര തിരിച്ചയക്കും. സ്ഫോടക വസ്തുക്കളുമായി ഡൽഹിയിൽ IS ഭീകരൻ പിടിയിൽ. പിടികൂടിയത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഏറ്റുമുട്ടലിനൊടുവിൽ ഭീകരനിൽ നിന്ന് വൻതോതിൽ ആയുധശേഖരം കണ്ടെത്തി. പഞ്ചാബ് അതിർത്തിയിൽ തരൺ താരണിൽ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി 5 ഭീകരരെ വധിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഭീകരനിൽ നിന്ന് തോക്കുകളും ആയുധങ്ങളും സൈന്യം പിടിച്ചെടുത്തു. ചിന്നക്കനാലിലെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് റവന്യൂ വകുപ്പ്. 3 ഇടങ്ങളിലായി ഏക്കർ കണക്കിന് ഭൂമിയാണ് റവന്യൂ വകുപ്പ് പിടിച്ചെടുത്ത് ബോർഡ് സ്ഥാപിച്ചത്. ഇടുക്കി ജില്ലാ കളക്ടർ H ദിനേശൻ IASന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റം ഒഴിപ്പിച്ചത്. കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ സംഘം. ചിന്നക്കനാലിലെ കയ്യേറ്റങ്ങളെക്കുറിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഇടുക്കിയിൽ വീണ്ടും അനധികൃത കയ്യേറ്റം സജീവം. ആനയിറങ്കൽ ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശത്ത് കയ്യേറി ഏലകൃഷിയും കെട്ടിട നിർമ്മാണവും. സ്വകാര്യ വ്യക്തി കയ്യേറിയത് 1 ഏക്കറോളം സ്ഥലം. കയ്യേറ്റം ഡാമിലെ ജലനിരപ്പിൽ നിന്ന് 50 മീറ്റർ മാത്രം ദൂരത്ത്. കൃഷിക്കും നിർമ്മാണത്തിനു പുറമെ ജലസേചനത്തിന് വലിയ ടാങ്ക് നിർമ്മിക്കാൻ 20 അടി താഴ്ചയുള്ള കുഴി. ഇടുക്കിയിൽ ആനയിറങ്കൽ ജലാശയത്തിന്റെ ക്യാച്ച്മെന്റ് ഏരിയ കയ്യേറിയവർക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ്. കയ്യേറ്റം തിങ്കളാഴ്ച ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ അധികൃതർ. 1 ഏക്കറോളം വരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയ വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. കായംകുളത്തെ CPM പ്രവർത്തകൻ സിയാദിന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി R. നാസർ. കൊലക്കേസ് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് കോൺഗ്രസ് കൌൺസിലറാണ്. കൊലപാതകത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണം. സിയാദിന്റെ കൊലയിൽ കോൺഗ്രസ് ബന്ധം ആരോപിക്കുന്നത് CPMന്റെ നിലനിൽപ്പിന്റെ ഭാഗമായാണെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് M. ലിജു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി G. സുധാകരൻ തന്നെ സംഭവത്തിന് പിന്നിൽ ഗുണ്ടാ മാഫിയ ഉണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് ലിജു. മന്ത്രി G. സുധാകരൻ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം തന്നെ പരസ്യ വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് R. നാസർ. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. ആകെ രോഗികളുടെ എണ്ണം ഇതോടെ 29,75,701 ആകെ മരണം 55,794. രാജ്യത്ത് 70,000-ഓളം പേർക്ക് പുതുതായി കോവിഡ് ബാധ. 24 മണിക്കൂറിനിടെ 69,878 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മരിച്ചത് 945 പേർ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ആശങ്കാജനകം. ഒരു ദിവസം 14,000-ലധികം പേർക്ക് കോവിഡ് ബാധ. 24 മണിക്കൂറിനിടെ മരിച്ചത് 39 പേർ. ലോകത്തെ കോവിഡ് ആശങ്ക 2 വർഷത്തിനുള്ളിൽ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലോകാരോഗ്യ സംഘടന. വൈറസ് കൂടുതൽ തീവ്രതയോടെ വ്യാപിച്ചേക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭീഷണി മറികടക്കാനാകുമെന്നാണ് വിലയിരുത്തലെന്നും WHO. 1918-ലെ സ്പാനിഷ് ഫ്ലൂ മറികടക്കാൻ 2 വർഷം സമയമെടുത്തെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം. കോവിഡിനെ മറികടക്കാനും 2 വർഷത്തോളം എടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യരംഗത്തുണ്ടായ വലിയ പുരോഗതി രോഗമുക്തി വേഗത്തിലാക്കാൻ സഹായകമാകുമെന്നും WHO. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,31,06,706. മരണസംഖ്യ 8,02,950. 61,836 പേരുടെ നില അതീവ ഗുരുതരം. ഇന്ന് അത്തംനാൾ. മുറ്റങ്ങളിൽ പൂക്കളമിട്ട് കേരളക്കര. ഇനി 10 നാൾ മലയാളക്കരയിൽ പൂവിളിയുടെ ദിനങ്ങൾ. കോവിഡ് കാലത്ത് നാട്ടുതൊടികളിൽ ഓണപ്പൂക്കൾ അന്വേഷിച്ചിറങ്ങി മലയാളികൾ. ആഘോഷങ്ങളില്ലാതെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രം. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ അത്തപതാക ഉയർത്തി M. സ്വരാജ് MLA. ഓണക്കാലത്തെ പതിവ് പോലെ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടും ഖാദി മേഖല പ്രതിസന്ധിയിൽ. ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചത് 30% ഗവൺമെന്റ് റിബേറ്റ്. വസ്ത്രങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, മൺപാത്ര ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി ഖാദി കേന്ദ്രങ്ങൾ. ഖാദി കേന്ദ്രങ്ങളിൽ ഇത്തവണ മുൻ വർഷത്തേക്കാൾ വലിയ ഇടിവ്. മുൻവർഷങ്ങളിൽ ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചാൽ ഒരു ദിവസം 15 ലക്ഷത്തിൽ കുറയാത്ത വിൽപ്പന നടന്നിരുന്നു. ഇക്കുറി 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ മാത്രം രൂപയുടെ വിൽപ്പന. ഓണക്കാലത്തെ വരവേൽക്കാൻ ഹൈറേഞ്ചിൽ കുറിഞ്ഞി വസന്തവും. വയലറ്റ് വസന്തം ശാന്തൻപാറ പഞ്ചായത്തിലെ തോണ്ടിമലയ്ക്ക് സമീപം പശ്ചിമഘട്ട മലനിരയിൽ. കോവിഡ് കാലത്തും നീലക്കുറിഞ്ഞി കാണാൻ നിരവധി സഞ്ചാരികൾ. ഉത്ര കൊലപാതകത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഉത്രയുടെ ഭർത്താവ് സൂരജിന്റെ അമ്മയും സഹോദരിയുമാണ് അറസ്റ്റിലായത്. ചുമത്തിയത് ഗാർഹിക പീഡന കുറ്റം. അറസ്റ്റ് ഉത്രയെ പാമ്പ് കടിച്ച് കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും പുനലൂർ കോടതിയിൽ ഹാജരാക്കും. ഇടുക്കി മറയൂരിൽ യുവതിയെ വെടിവെച്ച് കൊന്നു. കൊല്ലപ്പെട്ടത് മറയൂർ പാണപ്പെട്ടിക്കുടി സ്വദേശി ചന്ദ്രിക. സഹോദരി പുത്രനായ കാളി പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകം ചന്ദന കേസിൽ വനം വകുപ്പിന് വിവരങ്ങൾ കൈമാറിയതിന്റെ പ്രതികാരം. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട മാനേജർ പ്രകാശൻ തമ്പിയെ CBI ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയാണ് പ്രകാശൻ തമ്പി. അട്ടപ്പാടിയിൽ വായിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ കാട്ടാനയെ ചികിത്സിച്ചു. ചികിത്സ നൽകിയത് മയക്കുവെടിവെച്ച്. വയനാട് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കരയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ.
നെയ്യാറ്റിൻകര ആറാലുമൂട് കെഎസ്ആർടിസി ബസ്സും കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബസ് നിയന്ത്രണം വിട്ട് എതിരെ വന്ന വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. കാറിലും ബൈക്കിലും ഉണ്ടായിരുന്നവരെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് പെരുമ്പളപ്പുഴയിൽ തോണി മറിഞ്ഞ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നിയാസിന്റെ മൃതദേഹം കണ്ടെത്തിയത് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ. അപകടത്തിൽപ്പെട്ടത് മണൽ വാരാൻ പോയ 4-അംഗ സംഘത്തിന്റെ തോണി. ഖത്തറിൽ ചെക്ക് കേസിൽപ്പെട്ട ഭർത്താവിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഭാര്യയിൽ നിന്ന് 2.25 കോടി തട്ടിയെടുത്ത കേസിൽ മതപുരോഹിതനടക്കം 2 പേർ അറസ്റ്റിൽ. കാഞ്ഞിരമറ്റം പള്ളി ഇമാം മുഹമ്മദ് അസ്ലം മൗലവി, ബിജലി മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. മൂവാറ്റുപുഴ സ്വദേശി പട്ടരുമഠം അലിക്കുഞ്ഞിന്റെ ഭാര്യ അനീഷയെയാണ് കബളിപ്പിച്ച് തുക തട്ടിയെടുത്തത്. പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസ്. കൊല്ലങ്കോട് പോലീസ് കേസെടുത്തത് മുതലമട സ്വദേശി ശിവരാജിനെതിരെ. കേസിനാസ്പദമായ സംഭവം നടന്നത് 1 വർഷം മുൻപ്. അയൽവാസിയായ ശിവരാജൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പിന്നീട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ. ഫോണിൽ വിളിച്ച് യുവതിയുടെ നഗ്നചിത്രം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. യുവതിയുടേത് കള്ളപ്പരാതിയാണെന്ന് ശിവരാജൻ. പരാതിക്ക് പിന്നിൽ CPM. പരാതിക്കാരിയുടെ ഭർത്താവ് തന്റെ ഭാര്യയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതാണ് പരാതിക്ക് കാരണം. കോളനിയിലെ ജാതി വിവേചനത്തിനെതിരെ സമരം ചെയ്തതിനു ശേഷം CPM നിരന്തരമായി വേട്ടയാടുകയാണെന്നും ശിവരാജൻ. 44 സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള ടെൻഡർ റദ്ദാക്കിയതായി റെയിൽവേ മന്ത്രാലയം. ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ ടെൻഡർ വിളിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് മുൻഗണന നൽകുമെന്നും റെയിൽവേ. ടെൻഡർ റദ്ദാക്കിയതിന്റെ കാരണം വ്യക്തമാക്കാതെ റെയിൽവേ. ടെൻഡറിൽ പങ്കെടുത്തത് CRRC പയനിയർ ഇലക്ട്രിക് പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രം. ചൈനീസ് സംയുക്ത സംരംഭമാണിത്. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ 5-അംഗ വിദഗ്ധ സംഘം ചുമതലപ്പെടുത്തിയത് എയിംസ്. നടപടി CBI സഹായം ആവശ്യപ്പെട്ടത് പ്രകാരം. കണ്ണൂരിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറി കട ഭാഗികമായി തകർന്നു. തകർന്നത് ഇരിട്ടി പയഞ്ചേരി മുക്കിലെ കബീർ ബേക്കറി. സംഭവം ഇന്ന് പുലർച്ചെ. അപകടത്തിൽപ്പെട്ടത് എറണാകുളത്തു നിന്ന് വരികയായിരുന്ന കാർ. ഡ്രൈവർക്കും കാർ യാത്രക്കാരനും പരിക്കേറ്റു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ചികിത്സയ്ക്കും മരുന്നിനും പിന്നാലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പെൻഷനും മുടങ്ങി. സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ട് 5 മാസം. സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങിയ ആക്ഷൻ കമ്മിറ്റി. ഓഗസ്റ്റ് 25-ന് കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും ദുരിതബാധിതരുടെ പ്രതിഷേധം. കാസർഗോഡ് ദുരിതത്തിലായത് 6728 പേർ. ചികിത്സയ്ക്കായി ജില്ലയിൽ ന്യൂറോ സർജനെ നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചതും പാഴ്വാക്ക്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മംഗളൂരുവിലേക്ക് ചികിത്സയ്ക്ക് പോകാനാകാതെ രോഗികൾ. പെട്ടിമുടിയിലെ കുവി എന്ന വളർത്തുനായ പുതിയ ദൌത്യത്തിനായി പോലീസിലേക്ക്. ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ കുവി ഇനി പുതിയ റോളിൽ. മുൻ MLA AK മണി കുവിയെ പോലീസിന് കൈമാറി. കുവിയെ പോലീസ് ഏറ്റെടുത്തത് പെട്ടിമുടിയിൽ 2 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ. കോട്ടയത്തെ ശാസ്ത്രി റോഡ് വികസനത്തിനായി മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി പൊതുമരാമത്ത് വകുപ്പ്. പിന്മാറ്റം പ്രകൃതി സ്നേഹികളുടെ ഇടപെടലിനെ തുടർന്ന് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് നഗരത്തിൽ തണൽ നൽകിയിരുന്ന 34 മരങ്ങൾ. വിലത്തകർച്ചയും കൃഷിനാശവും മൂലം ഏത്തവാഴ കർഷകർ ദുരിതത്തിൽ. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത കർഷകർ പ്രതിസന്ധിയിൽ. മുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് 60 രൂപ വരെ ലഭിച്ചപ്പോൾ ഇക്കൊല്ലം 30 രൂപയാണ് വില. കോവിഡ് പോരാളികൾക്ക് ആദരവുമായി ഗാനമൊരുക്കി കൊരട്ടി AM സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മ. ഗാനം അതിജീവനം എന്ന പേരിൽ വിദ്യാർത്ഥികൾ തന്നെ ആലപിച്ചു. വിദ്യാർത്ഥികളുടെ ശ്രമത്തെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. വിഷമുള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. നവാൽനി അബോധാവസ്ഥയിൽ തുടരുന്നു. വ്യാഴാഴ്ച ആഭ്യന്തര വിമാനയാത്രയ്ക്കിടെ എയർപോർട്ടിൽ നിന്ന് നവാൽനി കുടിച്ച ചായയിൽ വിഷം കലർന്നിരുന്നുവെന്ന് റിപ്പോർട്ട്. അലക്സി നവാൽനിയെ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി വൈകിപ്പിച്ചുവെന്ന് റഷ്യൻ പ്രതിപക്ഷ കക്ഷികൾ. ഇന്നലെ രാവിലെ തന്നെ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും ഡിസ്ചാർജ് അനുമതി നൽകിയില്ലെന്നും ആരോപണം. കാലിഫോർണിയയിൽ കാട്ടുതീ പടരുന്നു. തീയണയ്ക്കാനുള്ള ശ്രമം വിജയം കാണുന്നില്ലെന്ന് ഗവർണർ. ഇതുവരെ 6 പേർ കൊല്ലപ്പെട്ടു. 2 ലക്ഷത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാട്ടുതീ അണയ്ക്കുന്നതിന് ഓസ്ട്രേലിയയുടെയും കാനഡയുടെയും സഹായം തേടി കാലിഫോർണിയ ഗവർണർ. സഹായം തേടിയത് വിവിധ US സ്റ്റേറ്റുകളുടെ സഹായത്തോടെയുള്ള തീയണയ്ക്കൽ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ. കാലിഫോർണിയയെ പൂർണ്ണമായും ഇല്ലാതാക്കും വിധമാണ് കാട്ടുതീ പടരുന്നതെന്ന് ഗവർണർ.
എല്ലാവർക്കും നമസ്കാരം. മൃദുല വാര്യറാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു അതുല്യ കലാകാരനാണ് SPB സർ. സാറിന് കോവിഡ് ബാധിച്ചു. സാറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നുള്ള ന്യൂസ് നമ്മൾ കുറേ ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ന്യൂസ് കണ്ടീഷൻ്റെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് സാറിൻ്റെ ഫാൻസിനും സംഗീത ലോകത്തുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. സാറിൻ്റെ കൂടെ സ്റ്റേജ് ഷോസ് ചെയ്യാനുള്ള ചെറിയ ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിനെ അടുത്തറിയാൻ പറ്റി. വളരെ സിമ്പിളായിട്ടുള്ളൊരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ് സാറ്. അപ്പം അത്രയും നല്ല മനസ്സിനുടമയായിട്ടുള്ള സാറ് പഴയതിലും ശക്തിയോടെ, പഴയതിലും ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരും എന്ന് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും. തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. വിശദമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.